Hello, welcome to BTech Tutors YouTube channel. ഈ വീഡിയോ +1 ബയോളജി സയൻസ് കമ്പ്യൂട്ടർ സയൻസ് മാത്സ് എടുത്ത സ്റ്റുഡൻസിനും ഫ്യൂച്ചറിൽ ഡിഗ്രി എടുക്കണം സയൻസ് സ്ട്രീം പോകണം അല്ലെങ്കിൽ BTech എടുക്കണോ ഇങ്ങനെ കൺഫ്യൂസ് ആയി നിൽക്കുന്ന പാരൻസിനും സ്റ്റുഡൻസിനും വേണ്ടി പ്രത്യേകം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. സോ ഈ വീഡിയോ ഫുൾ കാണുക. നിങ്ങളുടെ കൺഫ്യൂഷൻസ് BTech വേണോ BSc വേണോ എന്ന കൺഫ്യൂഷൻസ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ഹെൽപ്പ് യു. സോ ലെറ്റ്സ് ബിഗിൻ. നമ്മുടെ +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ്, നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ചോദ്യമായിരിക്കും ലൈക്ക് വിത്ത് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ സ്ട്രീം. ബയോളജി ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും നിങ്ങൾ ചോദിക്കും, പാരൻസ്, സൊസൈറ്റി, ടീച്ചേഴ്സ്, ഈവൻ ഫ്രണ്ട്സ് വരെ ചോദിക്കും, എന്താണ് ഫ്യൂച്ചർ പ്ലാൻ, എന്താണ് എടുക്കാൻ പോകുന്നത്, ഡിഗ്രി ആണോ BTech ആണോ അതോ നീറ്റ് ആണോ? അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും എന്തെടുക്കും. നോക്കുമ്പം ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് BTech ആണ്. സോ ലെറ്റ് മീ ഗോ വിത്ത് ദ ട്രെൻഡ്. ഇപ്പൊ BSc ആണ്, മോസ്റ്റ് പീപ്പിൾ ഡിഗ്രി ആണ് എടുക്കുന്നത്, ലെറ്റ് മീ ഗോ. പക്ഷേ നിങ്ങൾ അവിടെയാണ് ഒരു തെറ്റ് ചെയ്യണത്. നമ്മളെല്ലാവരും ബാക്കിയുള്ളവർ എന്ത് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്, എന്താണ് എടുക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇപ്പം ഹൈലി നല്ല ഡിമാൻഡിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലോട്ട് പോകും. അല്ല, BSc ഫിസിക്സ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ അതെടുക്കാം, ഓക്കെ ഫൈൻ, അങ്ങനെ പോകും. കുറെ ഡിമാൻഡ്സ് ടൈം പോകുന്നതിനനുസരിച്ച് വന്ന് താഴ്ന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയ ഒരു സംഭവമാണ്, അല്ലേ? ഹയർ എഡ്യൂക്കേഷൻ. ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ഡ്രീംസിന് അലൈൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഡിഗ്രി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐ നോ, എനിക്കും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, BTech ചെയ്യണോ BSc ചെയ്യണോ എന്ന്. ബട്ട് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ആണ്. ബട്ട് ഫൈനലി എൻ്റെ കൺഫ്യൂഷൻസ് ക്ലിയർ ആയി ഞാനൊരു ഡിഗ്രി ചൂസ് ചെയ്തു. അതുപോലെ നിങ്ങൾക്കും ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഈ വീഡിയോന്റെ അവസാനം വരെ കാണുമ്പോൾ ഐ ഹോപ്പ്ഫുള്ളി തിങ്ക് സോ. സോ ലെറ്റ്സ് ബിഗിൻ. BTech വേഴ്സസ് BSc. എപ്പോഴും ഈ മലയാളി പാരൻസ് ആൻഡ് പിള്ളേർക്ക് ഒരു വിചാരമുണ്ട്, അതായത് എല്ലാവരും ഇപ്പം BTech ആണ് എടുക്കുന്നത്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ലോകം മൊത്തം ഉള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെക്കാളും ലൈക്ക് കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ എന്നാണ് നമ്മളുടെ ഒരു വിചാരം, അല്ലേ? പാരൻസ് പറയും, ശരി എന്നാ നീ ഡിഗ്രി എടുക്കുക, BSc എടുക്കുക. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്തെന്നുള്ളൊരു പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഡ്രോപ്പ് ചെയ്യാം. ഫ്യൂച്ചറിലുള്ള പോസിബിലിറ്റീസ് ഒക്കെ പറയുന്നതിന് മുമ്പ് BSc എന്താണ് BTech എന്താണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. സോ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് BSc ആൻഡ് വാട്ട് ഈസ് BTech പറഞ്ഞിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ഫേമസ് സിറ്റ്കോം ആണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പോകുന്നത്. ദ ബിഗ് ബാങ് തിയറി ഒരു അമേരിക്കൻ സിറ്റ്കോം ആണ്. അത് മോസ്റ്റ്ലി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്കതില് ഒരു 2 ക്യാരക്ടേഴ്സ്, അതായത് നമ്മുടെ ഭയങ്കര എപ്പോഴും റൈവൽസ് ആയിരിക്കും, അല്ലേ? അത് മാത്രമല്ല, അവന്റെ സയന്റിഫിക് നോളേജ് ആൻഡ് ഡിഗ്രീസ് തമ്മിൽ അവരെപ്പോഴും വാഗ്വാദമായിരിക്കും. അങ്ങനെ 2 ക്യാരക്ടേഴ്സിനാണ് ഞാൻ BSc ആൻഡ് BTech എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വേറെ ആരുമല്ല, ഷെൽഡൻ കൂപ്പർ ആൻഡ് ഹവാർഡ്. ബിഗ് ബാങ് തിയറി കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഷെൽഡൻ കൂപ്പറും ഹവാർഡും എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരു സംഭവം അവന്റെ ഡിഗ്രീസ് വെച്ചിട്ടാണ്. ഷെൽഡൻ ഒരു BSc എടുത്തൊരു കാൽടെക്കിൽ PhD എടുത്തൊരു പ്രൊഫസർ ആണ്. ആൻഡ് സിറ്റ്കോമിൽ കാണിക്കുന്നത് ഒരു നോബൽ ലോറിയേറ്റ് ആയിട്ടും കൂടിയാണ്, അല്ലേ? ബട്ട് ഹവാർഡ് ഒരു MIT ഗ്രാജുവേറ്റ് ആണ്, എഞ്ചിനീയർ ആണ്, ആൻഡ് ഒരു ആസ്ട്രോനോട്ട് കൂടെയായിരുന്നു ഹവാർഡ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ലൈക്ക് സയൻസ്, ബാച്ചിലർ ഓഫ് സയൻസ് BSc ആൻഡ് ബാച്ചിലർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി BTech, അവന് ഫ്യൂച്ചറിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ജോലിയാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന്. ഈ BSc എടുത്തു എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, അങ്ങനെ സയൻസിന്റെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല, BSc എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചിങ്, പിന്നെ ലബോറട്ടറീസിൽ അല്ലെങ്കിൽ റിസർച്ച്, ആ ഫീൽഡിലേക്ക് പോവാൻ ഇഷ്ടമുള്ളവര് എടുക്കാം. BSc കഴിഞ്ഞാൽ നമുക്ക് ഹയർ ആയിട്ട് MS പഠിക്കാം. അത് കഴിഞ്ഞാൽ PhD എടുക്കാം, ഡോക്ടറേറ്റ് എന്നൊരു നല്ലൊരു പൊസിഷൻ, അതൊരു
എന്താ പറയാ, എല്ലാവർക്കും അധികം പെട്ടെന്ന് നേടാൻ കഴിയാത്തൊരു പൊസിഷനാണ് PhD ഡോക്ടറേറ്റ് എടുക്കുക എന്നുള്ള പറയുന്നത്. വേറെ ബിടെക് ആണെങ്കിൽ നമ്മൾ മെയിൻലി പഠിക്കുന്നത് ടെക്നിക്കൽ ആയിട്ടായിരിക്കും. സയൻസിന്റെ ടെക്നിക്കൽ പരമായിട്ടായിരിക്കും നമ്മൾ ബിടെക് പഠിക്കുക, അല്ലെ? അതിൽ ബിടെക്കില് മാത്തമാറ്റിക്സ് ഉണ്ടാവും, പക്ഷെ അത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഉണ്ടാവും. നമുക്കൊരു എഞ്ചിനീയറിംഗ് ഫീൽഡ്, ഒരു ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ബിടെക്കിൽ പഠിക്കും. സയൻസിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് ബിടെക്. അത് മാത്രമല്ല, ബിടെക്കിൽ തന്നെ കുറെ സ്ട്രീംസ് ഉണ്ടാവും. മെക്കാനിക്കൽ, കെമിക്കൽ, സിവിൽ, അങ്ങനെ കുറെ സ്ട്രീംസും ഉണ്ടാവും. അതിൽ ഇഷ്ടമുള്ളത് ഏതാണോ അത് പഠിക്കാം. ഈ എല്ലാവരും പറയും ഡിഗ്രി എടുക്കുക, ബിക്കോസ് ബിടെക് എന്ന് പറയുന്നത് എല്ലാവരും എവിടെ നോക്കിയാലും എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ ഡിഗ്രി എടുത്ത് അത് കുറച്ചും കൂടെ യുണീക്ക് ആയിരിക്കും എന്ന് നമ്മുടെ പാരന്റ്സ് ചിലപ്പോൾ പറയാം. ഈവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിടെക് എന്തിനാണ് എടുക്കുന്നത്, ഞാനൊരു ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയർ, അപ്പം ബിടെക് എന്തിനാണ് എടുക്കുന്നത്, ഡിഗ്രി എടുക്കോ, സയൻസ് ഫിസിക്സ് എടുക്കോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പാരന്റ്സ് എന്നെ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയാണ് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. ലൈക്ക് മെക്കാനിക്കൽ പരമായി പഠിക്കണം, എയറോസ്പേസ് പഠിക്കണം, സയൻസ് പരമായി പഠിക്കണം. ബിക്കോസ് എൻ്റെ ഇൻട്രസ്റ്റ് മൊത്തം ടെക്നിക്കൽ ഫീൽഡിലായിരുന്നു. അതുകൊണ്ടാണ് ബിടെക് ഓക്കെ ഫൈൻ, ബിടെക് എടുക്കാം. വേറെ ഞാൻ BSc ഫിസിക്സ് എന്നൊരു കാര്യം കൂടെ ആലോചിച്ചായിരുന്നു. BSc ഫിസിക്സ് എടുത്താലോ, ഈ ഫിസിക്സിലും സയൻസ് ഉണ്ടല്ലോ. ബിക്കോസ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പം ഫിസിക്സ് എടുത്ത് കോറായിട്ട് പഠിക്കാം. ക്വാണ്ടം ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, അങ്ങനെ ക്ലാസിക്കൽ ഫിസിക്സ്, തിയററ്റിക്കൽ എല്ലാം പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ആലോചിച്ചു ഫ്യൂച്ചറിൽ വാട്ട് ഐ നീഡ്. സോ ഇങ്ങനെ ഫിസിക്സ് എടുത്ത് ടീച്ചിങ് ഫീൽഡ് ആണോ എനിക്കിഷ്ടം, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനാണോ എൻ്റെ പ്ലാൻ, അങ്ങനെ ആലോചിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ, എൻ്റെ ഗോൾ എന്ന് പറയണത് ഇതല്ല, ടീച്ചിങ് അല്ല, റിസർച്ച് ഫീൽഡ് അല്ല, പക്ഷേ കുറച്ചും കൂടെ ടെക്നിക്കൽ നോളേജ് ഗെയിൻ ചെയ്യണം, കുറച്ചും കൂടെ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ വേണം. അതുകൊണ്ടാണ് ബിടെക് ചൂസ് ചെയ്തത്. വേറെ എന്താണെന്ന് വെച്ചാൽ, BScയും ബിടെക്കും തമ്മിൽ കുറെ മിസ്കൺസെപ്ഷൻസ് ഉണ്ടാവും. BSc പഠിച്ചു എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡസ്ട്രീസിൽ ജോലി കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ പൊസിഷൻസ് വ്യത്യാസമായിരിക്കും, കിട്ടുന്ന പൊസിഷൻസ്. ബാച്ചിലർ ഓഫ് സയൻസ് അത് ഫോക്കസ് ചെയ്യുന്നത് തിയററ്റിക്കൽ സയൻസ് ആയിരിക്കും. അതായത് ഫിസിക്സ് പഠിക്കുമ്പോൾ അതിന്റെ തിയറി പാർട്ട് മാത്രമാണ് നോക്കുന്നത്, അല്ലാണ്ട് അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ അല്ല. പക്ഷെ സയൻസിൽ തന്നെ നമുക്ക് ഹയർ ആയിട്ട് പോവുകയാണെങ്കിൽ എക്സ്പെരിമെന്റൽ ഫിസിക്സും ഉണ്ട്, തിയററ്റിക്കൽ ഫിസിക്സും ഉണ്ട്. ഈ ഷെൽഡൻ കൂപ്പർ ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഈ ബാച്ചിലർ ഓഫ് സയൻസ് തിയറി പഠിച്ചാൽ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഹയർ മാസ്റ്റേഴ്സ് ചെയ്യുമ്പം കൂടുതലായിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ തന്നെ നമ്മുടെ ഈ യൂണിവേഴ്സിനെ തന്നെ എത്രയോ ക്രോസ് ആൻഡ് ക്രോസ് ഓഫ് സംഭവങ്ങൾ നമുക്ക് ജസ്റ്റ് അതിന്റെ തിയറി പാർട്ട് മാത്രമേ അറിയാവുള്ളൂ. ലൈക്ക് പോസിബിലിറ്റീസ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇപ്പം ബ്ലാക്ക് ഹോൾ എന്നൊരു ഫിനോമിന ആദ്യം തിയററ്റിക്കൽ ആയിട്ടാണ് വന്നത്. അത് പ്രൂഫ് ചെയ്യാൻ തന്നെ കുറെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം എടുത്തു. അങ്ങനെയൊക്കെ ഉള്ള ജോബ്സ്, അങ്ങനെ റിസർച്ച് ഫീൽഡ്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി പ്രൂവ് ചെയ്യാത്ത കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം യൂസിങ് സയൻസ്, തിങ്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്, അങ്ങനെയുള്ളവര് ഡിഗ്രി ചൂസ് ചെയ്യുന്നത് അവർക്ക് നല്ല ബെസ്റ്റ് ആയിരിക്കും. അവന്റെ കരിയർ ഓപ്ഷൻസിനെ അവന്റെ ഫ്യൂച്ചറിൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും BSc. പക്ഷെ ഇപ്പം ഒരു സയൻസ് എടുത്തു, അതിന്റെ ടെക്നിക്കൽ ആണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അതായത് ഓട്ടോമോട്ടീവ്, ഇൻഡസ്ട്രിയൽ, എയറോസ്പേസ്, ടു ബിൽഡ് സ്പേസ് മെഷീൻസ്, സാറ്റലൈറ്റ്സ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. കോഡ് ചെയ്യാൻ ഇഷ്ടമാണ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് ടെക്നിക്കൽ പരമായിട്ട് നല്ല ബ്രൈറ്റ് ആയിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് നല്ലപോലെ ഗെയിൻ ചെയ്യണമെന്നുള്ളവർക്ക് ബിടെക് എടുക്കാം. ഈ BSc എന്ന് പറയുന്നത് 3 year കോഴ്സാണ്. അതൊരു ബേസിക് ഫണ്ടമെന്റൽ ആയിട്ട് ഉള്ളൊരു കോളേജ് ഡിഗ്രിയാണ്. ആ ഒരു ഡിഗ്രി കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈവൻ PSc ചെയ്യണമെങ്കിലും പോലും നല്ലൊരു പൊസിഷനിൽ കിട്ടണമെങ്കിൽ നമുക്കൊരു മിനിമം ക്വാളിഫിക്കേഷൻ 3 years വേണമെന്നാണ്. അപ്പൊ BSc ചെയ്ത് നമുക്ക് PSc എഴുതാം, UPSC എഴുതാം, ലൈക്ക് ഇങ്ങനെ ഗവൺമെന്റ് എക്സാംസ് നിറയെ എഴുതാൻ പറ്റും.
ബിടെക് ആണെങ്കിലും സെയിം ആണ്, നമുക്ക് ഗവൺമെന്റ് എക്സാംസ് എഴുതാൻ പറ്റും. പക്ഷെ അതൊരു 4 ഇയർ ഡിഗ്രി എന്നതാണ്, ഒരു വർഷം എക്സ്ട്രാ ഉണ്ട് കമ്പയറിംഗ് ടു ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെന്റ് ജോലിയാണ് കിട്ടണം ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 ഇയേഴ്സ് കോഴ്സ് എടുക്കാം. അല്ലാണ്ട് ഇപ്പം റിസർച്ച് ഫീൽഡ് അങ്ങനെ പാഷൻ ഇല്ല, പക്ഷെ ടെക്നിക്കൽ ഫീൽഡും പാഷൻ ഇല്ല, സോ യു ക്യാൻ ഓപ്റ്റ് ഫോർ 3 ഇയർ ഡിഗ്രി. നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് മതി, അതിൽ തന്നെ ഒരു ഡിറ്റർമിൻഡ് ആണെങ്കിൽ മാത്രം. അല്ലാതെ ചുമ്മാ കയറി എടുത്ത് എന്തെങ്കിലും എടുക്കണമെന്നുള്ള കേസിൽ എടുക്കുവാണെങ്കിലും നിങ്ങൾ ആലോചിക്കുക, ഫ്യൂച്ചർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡ് ആണെന്ന് പറഞ്ഞാൽ BSc എടുത്തിട്ട് മാസ്റ്റേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ MPhil ഓർ MS അത് ചെയ്യണം, എന്നിട്ട് നെറ്റ് സെറ്റ് അങ്ങനെ എക്സാംസ് എഴുതണം. ബിടെക് കഴിഞ്ഞാലും നമുക്ക് ടീച്ചിങ് ഫീൽഡ് പോവാം. ഇപ്പം പ്രൊഫസേഴ്സ് ആവാം, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവാം, ഗേറ്റ് എഴുതിയിട്ട് IITs കയറാം, എംടെക് എടുക്കാം NITs. ഇപ്പം നിങ്ങൾ അതേപോലെ തന്നെ ബിടെക്കും JEE എഴുതിയിട്ട് IIT കയറാം, NIT കയറാം. BSc ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഐസറിൽ എഴുതാൻ പറ്റും. ഐസർ എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ്, അതായത് BSc ആൻഡ് MSc ഒരുമിച്ച് എഴുതാൻ പറ്റുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് JEE പോലെ തന്നെ നമ്മളൊരു എക്സാം എഴുതി കയറേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഐസർ എന്ന് പറയുന്നത്. സോ നമുക്ക് അങ്ങനെ നല്ല നല്ല കോളേജസിൽ പഠിച്ചു എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവും നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിന്. വേറെ എന്താണെന്ന് വെച്ചാൽ BSc പഠിക്കാനുള്ള ടോപ്പിക്സ് കോർ സയൻസ് ഫീൽഡ് ആയിരിക്കും. ഫിസിക്സ് ആണെങ്കിൽ തിയറി ഫിസിക്സ്, അതായത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും ഡെറിവേഷൻസും കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ മാത്സ് എടുക്കുകയാണെങ്കിലും മാത്തിന്റെ പ്രൂഫ്സ് കാര്യങ്ങളൊക്കെ ഓരോരോ സയന്റിസ്റ്റുകൾ ഓരോരോ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് $1 million ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ പ്രൂവ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് BSc വെച്ചിട്ട് ഇതാവും. ബിടെക് ആണെങ്കിൽ ബിടെക്കിലും എഞ്ചിനീയറിംഗ് മാത്ത് ഉണ്ട്. നമ്മൾ 8 സെമ്മാണ് ബിടെക്കിലുള്ളത്. അപ്പൊ അതില് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഉണ്ടാവും, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഉണ്ടാവും, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഉണ്ടാവും. പിന്നെ എല്ലാം ബിടെക്കിലും ഉണ്ട്. മാത്സ് ഒഴിവാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടെക്നിക്കൽ ഫീൽഡ് എടുത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറച്ച് സെമ്മ് വരെ മാത്സ് എന്തായാലും പഠിച്ചേ പറ്റും. എഞ്ചിനീയറിംഗ് മാത്സ് അതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ബിടെക് അങ്ങനെ എടുക്കാം. പിന്നെ BSc പഠിച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റ് ജോബ്സ്, അതുപോലെ റിസർച്ച് ഫീൽഡ്സിലേക്ക് പോവാം, ടീച്ചിങ് ഫീൽഡ്സിൽ പോവാം, ലാബ്സിൽ പോവാം. ഈവൻ ദോ ഈ ബിടെക് ആണെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസിൽ പോവാം, ISRO, NASA ആ ലെവലിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാം. അതുപോലെ തന്നെ അത് മാത്രമല്ല ഗവൺമെന്റ് തരുന്നത് ഗേറ്റ് എക്സാം എഴുതി എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഈ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, അതുപോലെ അതിൻ്റെതായിട്ടുള്ള എക്സാംസ് ഉണ്ടാവും. അങ്ങനത്തെ വലിയ വലിയ റിനൗണ്ട് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കൊക്കെ നമുക്ക് ജോബായിട്ട് കയറാം. ബിടെക് കഴിഞ്ഞ ഉടനെ എക്സാം എഴുതി കയറാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വർക്ക് ചെയ്യാം. ഇൻഡസ്ട്രി ലെവലായിരിക്കും നമ്മുടെ ജോബ്സ്, എന്തായാലും ടെക്നിക്കൽ പരമായിട്ടായിരിക്കും നമ്മുടെ ജോബ്സ് ഒബ്വിയസ്ലി ആയിരിക്കും. പിന്നെ ഫ്യൂച്ചറിൽ പഠിക്കേണ്ട ഒരു ഡോക്ടറേറ്റ് എന്നൊരു ബഹുമതി, അതൊരു റിനൗണ്ട് പൊസിഷൻ ആണല്ലേ. അത് ബിടെക് എടുത്താലും BSc എടുത്താലും നിങ്ങൾക്ക് PhD എടുക്കാൻ പറ്റും. സോ PhD എടുക്കണം, BSc ഓർ ബിടെക് ഏതായാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഡോക്ടറേറ്റ് ബഹുമതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ BSc എടുക്കുന്നത് അങ്ങനെയൊന്നും വിചാരിക്കരുത്. BSc എടുത്താലും ബിടെക് എടുത്താലും നമുക്ക് ഒരു ഡോക്ടറേറ്റ് എത്താൻ പറ്റും, ഡോക്ടറേറ്റ് കിട്ടും. പാരൻസും ടീച്ചേഴ്സും ഫ്രണ്ട്സ് സൊസൈറ്റി എല്ലാവരും പല ഐഡിയാസും പറയും. പക്ഷെ നിങ്ങളുടെ പാഷൻ എവിടെയാണോ ലൈ ചെയ്യുന്നത് ആ എഡ്യൂക്കേഷൻ മാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ ആലോചിച്ചിട്ട്, അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ ഡ്രീംസ് എന്താണെന്നുള്ളതൊക്കെ. ഇപ്പം ബിസിനസ് സ്റ്റഡീസ് ചെയ്യണമെങ്കിൽ ബിടെക് എടുത്താൽ നമുക്ക് MBA ചെയ്യാൻ പറ്റും. സയൻസ് എടുത്തത് കൊണ്ട് എനിക്ക് ബിസിനസ് ഫീൽഡിലേക്ക് പോകാൻ പറ്റില്ല എന്ന് അങ്ങനെയൊന്നുമില്ല. സോ എല്ലാം ഫ്യൂച്ചറിന് നല്ലപോലെ ആലോചിച്ചിട്ട് എന്താണോ വേണ്ടത് അപ്പൊ ചൂസ് വൈസ്ലി. വേറെ ആർക്കും അറിയില്ല. സോ പാരൻസ് ഒക്കെ പല അഡ്വൈസസും തരും.
എല്ലാവരും പലതും അഡ്വൈസസും തരും, പക്ഷെ നല്ലപോലെ റിസർച്ച് ചെയ്തിട്ട് നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ഓരോന്ന് എടുക്കാൻ. ഇപ്പൊ +2 പഠിക്കുന്ന സ്റ്റുഡൻസിനോടാണ് ഇത് പറയുന്നത്. +1 സ്റ്റുഡൻസ് ഇപ്പൊ തന്നെ ആലോചിക്കുക നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത്. ബിടെക് ആണെങ്കിൽ ജെഇക്ക് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ കീമിനെ പ്രിപ്പയർ ചെയ്യുക, കേരള എൻട്രൻസ് കീമിനെ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ജെഇ, IIT, NIT, IT ആണ് പറഞ്ഞാൽ IIIT അങ്ങനെയാണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ജെഇക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. മെഡിസിൻ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യുക. ഡിഗ്രി ആണെങ്കിൽ ഐസർ ലെവലിൽ നോക്കുക. നിങ്ങൾ IITസും ഡിഗ്രീസ് കൊടുക്കാറുണ്ട്. സോ എല്ലാം നല്ലപോലെ പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഫ്യൂഷന് വേണ്ടിയിട്ട് പഠിക്കാൻ. ഓക്കെ, സോ എല്ലാവരും നല്ലപോലെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക. താങ്ക് യു സോ മച്ച്.